ശബരിമലയിലെ സ്ട്രോങ് റൂം പരിശോധനയ്ക്കായി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പമ്പയിലെത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പമ്പയിൽ എത്തിയത്. നാളെ 7 മണിക്ക് സന്നിധാനത്തേക്ക് തിരിക്കും. ഇപ്പോൾ സുജു ടി ബാബു ചേരുന്നുണ്ട് പമ്പയിൽ നിന്ന്. സുജു, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സ്ട്രോങ് റൂം പരിശോധനയ്ക്കായി എത്തുന്നത്. എന്തായാലും കർശനമായ അതായത് മാധ്യമങ്ങൾക്കടക്കം അവിടേക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. എങ്ങനെയാണ് സുജു വിവരങ്ങൾ? നാളെ രാവിലെയായിരിക്കും റിട്ടയർഡ് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നതായി ഈ ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂം പരിശോധിക്കുക. ആ പരിശോധന ഒരുപക്ഷെ 2 ദിവസം നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ശില്പവാളി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതി ജസ്റ്റിസ് കെ.ടി. ശങ്കരനെ തന്നെ ഇതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ശില്പവാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ സ്ട്രോങ് റൂം പരിശോധിച്ചുകൊണ്ട് മഹസറിലെ വിവരങ്ങളും മറ്റ് രജിസ്റ്റർ ഉള്ള വിവരങ്ങളും തമ്മിൽ ഒത്തു നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് തിരുവാഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തിരുവാഭരണ കമ്മീഷൻ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഈ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആറന്മുളയിലെ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്ട്രോങ് റൂമിലെത്തി പരിശോധന നടത്തുക. ആറന്മുളയിൽ കൂടുതൽ ഈ ശബരിമല സന്നിധാനത്തേക്കുള്ളതിനേക്കാൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ അല്ലെങ്കിൽ വസ്തുക്കളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൈർഘ്യം ഒരുപക്ഷെ കുറച്ചുകൂടെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ശബരിമല സന്നിധാനത്ത് നടത്തുന്ന പരിശോധനയെക്കാൾ ഇത്തരം ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഇന്ന് വൈകിട്ട് 8:30 കൂടിയാണ് പമ്പയിൽ എത്തിയിരിക്കുന്നത്. പമ്പയിൽ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ ശേഷം നാളെ രാവിലെ ആയിരിക്കാം ശബരിമല സന്നിധാനത്തേക്ക് പോവുക. മറ്റു പ്രധാനപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുകളും നിർണായകമായ തെളിവുകളുമൊക്കെ തന്നെ പുറത്തു വന്ന ദിവസം കൂടിയാണ്. അതിനാൽ തന്നെ ഏറെ പ്രത്യേകതയാണ് ഇത്തരമൊരു പരിശോധനയ്ക്ക്, ഏറെ പ്രാധാന്യമാണ് ഇത്തരമൊരു പരിശോധനയ്ക്കുള്ളതും ഭദ്ര.